പേടിപ്പെടുത്തുന്ന കഥകൾ നമുക്ക് ചുറ്റും നടക്കാറുണ്ട്. ചില അമാനുഷിക ശക്തികൾ നമ്മളുടെ ഉറക്കം പോലും കെടുത്താറുണ്ട്. രാത്രി ഉറക്കമുണർന്ന എനിക്ക് നിലവിളിക്കാനോ ഒന്ന് കൈകൾ ചലിപ്പിക്കാനോ സാധിക്കാത്ത വിധം ആരോ ഒരാൾ എൻ്റെ പുറത്ത് കയറി കിടക്കുന്നു. എനിക്ക് കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നുണ്ട്, ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്, പലരെയും വിളിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ എൻ്റെ വായിൽ നിന്നും ശബ്ദമോ എൻ്റെ കൈകൾക്കൊരനക്കമോ സംഭവിക്കുന്നില്ല. രാവിലെ ഉറക്കമുണർന്ന എനിക്ക് ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് തോന്നിയത്. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഉറക്കമുണർന്നപ്പോൾ എൻ്റെ ശരീരത്തിലെ കൈകൾ എത്താത്ത ഭാഗത്ത് ആരോ നഖം വലിച്ച് വരഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കൽ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ കഥയാണ്. അന്ന് ഞാനത് ചിരിച്ചുകൊണ്ട് തള്ളി. പിന്നീട് അതേ അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെയോ യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഒരു രാത്രി തണുത്ത കൈകളാൽ എന്നെ ആരോ തലോടി ഉറക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോഴും വല്ലാത്തൊരു പേടിയോടെ ഓർക്കുന്നൊരു സംഭവമാണ്. അമാനുഷികമായ ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാത്തവരായി നമുക്ക് ചുറ്റും ആരുമില്ല. പേടിപ്പെടുത്തുന്ന കഥകൾ പറയാനും കേൾക്കാനും എനിക്കിഷ്ടമാണ്. അത്തരത്തിൽ ജീവിതത്തിലുണ്ടായ ചില കഥാനുഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പേടിയില്ലാത്തവർ മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആയിരത്തി 1900 സ്കോട്ട്ലാൻഡിലെ ഒരൊറ്റപ്പെട്ട ദ്വീപിൽ നടന്ന കഥ ലോകത്തിൽ ഇന്നും നിഗൂഢമായി തുടരുന്നു. ഫ്ലെനൻ ഐൽസ് ലൈറ്റ് ഹൗസിന്റെ മിസ്റ്ററിയിലേക്ക് നമുക്ക് പോകാം. സ്കോട്ട്ലാൻഡിലെ ഈ ദ്വീപിൽ 3 ജോലിക്കാർ ഒരേ സമയം അപ്രത്യക്ഷമാകുന്നു. അവരെവിടെ പോയെന്നോ അവർക്ക് എന്തു പറ്റിയെന്നോ യാതൊരു തെളിവുകളും ബാക്കി വെക്കാതെ. ജെയിംസ് ഡ്യൂക്കാറ്റ്, തോമസ് മാർവൽ, ഡൊണാൾഡ് മക് അർദർ എന്നീ 3 പേരും ആ ഒറ്റപ്പെട്ട ദ്വീപിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഡിസംബർ 2015 സ്കോട്ട്ലാൻഡിലെ ആ ഒറ്റപ്പെട്ട ദ്വീപിന് മുന്നിലൂടെ പാസ് ചെയ്ത ഒരു കപ്പൽ ആ ദ്വീപിൽ നിന്നും ലൈറ്റ് ഒന്നും വരുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു. ലൈറ്റ് ഹൗസിലെ 3 ജോലിക്കാർക്കും എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ല. ഇതിനെ തുടർന്ന് സ്കോട്ട്ലാൻഡിലെ രക്ഷാപ്രവർത്തകർ എത്രയും വേഗം തന്നെ ആ ദ്വീപിലേക്ക് എത്തി. ആ 3 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ദ്വീപിലെ മുക്കും മൂലയിലും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചു. എന്നിട്ട് പോലും അവരെ കണ്ടെത്താനായില്ല. അവരുടെ മൃതദേഹങ്ങളോ അവർ മരിച്ചു എന്ന് തെളിയിക്കുന്ന യാതൊരുവിധ സൂചനകളും ആ ദ്വീപിൽ വന്ന രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചില്ല. ലൈറ്റ് ഹൗസിന്റെ മെയിൻ ഡോർ അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ലൈറ്റ് ഹൗസിലുണ്ടായിരുന്ന ക്ലോക്കുകളെല്ലാം ഒരേ സമയം നിലച്ചു പോയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിലെല്ലാം ഭക്ഷണങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കുന്നതിന് മുന്നെയാണ് ഈ 3 പേരെയും കാണാതായത്. ഡൈനിങ് ടേബിളിന് ചുറ്റും 3 കസേരകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഒരു കസേര തലകീഴായി മറിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ലൈറ്റ് ഹൗസിലുണ്ടായിരുന്ന വർക്കേഴ്സിന്റെ 2 പേരുടെ കോട്ട് മിസ്സാണ്. ഒരാളുടെ കോട്ട് ഇപ്പോഴും ആ ചുമരിന്മേൽ അതുപോലെ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. ലൈറ്റ് ഹൗസിനകത്തെ വിളക്കുകളെല്ലാം ക്ലീൻ ചെയ്ത് ഓയിൽ നിറച്ചും വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിന് എന്താ സംഭവിച്ചത്? ദ്വീപിനകത്തെ ഒറ്റപ്പെടൽ ആ ജോലിക്കാരെ മാനസികമായി തകർത്തിരിക്കാം. അതുകൊണ്ട് ഒരാൾ ആ ഒരു ഒറ്റപ്പെടലിന്റെ വിഭ്രാന്തിയിൽ മറ്റു 2 പേരെയും കൊന്ന് കടലിൽ താഴ്ത്തിയെന്ന് ഒരു കഥ പരക്കുന്നു. ഇനി ഭീകരനായ കടൽ ജീവികളോ അതോ മറ്റു അന്യഗ്രഹ ജീവികളോ അവരെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇങ്ങനെയും ഒരു കഥ കേൾക്കുന്നു. എന്നാൽ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ അവിടെ വന്നൊരു റിപ്പോർട്ട് റോങ് വേവ്സ് എന്നായിരുന്നു. എന്താണ് റോങ് വേവ്സ്? അപ്രതീക്ഷിതമായി വരുന്ന ഭീകരനായ തിരമാലകൾ. രക്ഷാപ്രവർത്തകർ ദ്വീപിന്റെ ഒരു വശത്ത് മതിലുകൾ തകർന്നതായി കണ്ടിട്ടുണ്ട്. ഇവിടെ റോങ് വേവ്സിന് തന്നെയാണ് സാധ്യത കൂടുതൽ. ഭീകരനായ തിരമാലകൾ വന്ന് ദ്വീപിന്റെ വശങ്ങൾ ഇടിച്ചപ്പോൾ, കമ്പി വേലികൾ തകർത്തപ്പോൾ അത് നേരെയാക്കാൻ 2 പേർ ചെന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ആ 2 പേരെയും തിരമാലകൾ കൊണ്ടുപോയപ്പോൾ 3-മൻ അവരെ രക്ഷിക്കാൻ വന്നു. അയാളെയും ആ ഭീമൻ തിരമാല കടലിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം ആ 3 പേരുടെ ശരീരങ്ങളോ ശരീരത്തിന്റെ എന്തെങ്കിലും ഭാഗങ്ങളോ പിന്നീട് ലഭിച്ചിട്ടില്ല. അതുകൂടാതെ ഒരേ സമയം ആ വാച്ച് ടവറിനകത്തെ ക്ലോക്കുകൾ എങ്ങനെ നിശ്ചലമായി? ഇത്തരം ചില സംശയങ്ങൾ ലോകത്തിൽ ഇന്നും നിഗൂഢമായി തുടരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2018 പുറത്തിറങ്ങിയ സിനിമയാണ് ദ വാനിഷിംഗ്. ചില നിഗൂഢതകൾ എന്നും അതീവ രഹസ്യമായിരിക്കും. എത്രത്തോളം അതിന്റെ ചുരുളഴിക്കാൻ പോയാലും അവ വീണ്ടും കെട്ടുപിടഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു നിഗൂഢമായിട്ടുള്ള ഐലൻഡ് ആയിരുന്നു ഫ്ലെനൻ ഐൽസ് എന്ന ഈ ഐലൻഡ്.
Just